പ്രിയ രക്ഷിതാക്കളെ, കഴിഞ്ഞ വർഷം നമ്മൾ ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ എന്ന പേരിൽ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികളെ സെലക്ട് ചെയ്തു അവർക്കുള്ള കോച്ചിങ്ങോട് കൂടിയ ഹൈസ്കൂൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുട്ടികൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പോരായ്മകളും മനസ്സിലാക്കി ഒബ്ജക്റ്റീവ് എക്സാം എന്താണ്, എങ്ങനെയാണ് എക്സാം എഴുതുക, എങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ എത്രത്തോളം മുന്നോട്ട് പോയി എന്നറിയണമെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തികൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അവരെത്രത്തോളം നിന്ന പൊസിഷനിൽ മുന്നോട്ട് നീങ്ങിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഹാർവസ്റ്റിലെ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് പറയാനും പറ്റും. നമ്മളെ കുട്ടികളെ ഓരോ ടോപ്പിക്ക് ബേസിൽ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരു ടീച്ചറെ പോലെ തന്നെ ക്ലാസ് എടുത്ത് അത് അവർക്ക് കാണിച്ചു കൊടുത്ത് കൃത്യമായിട്ട് അവരുടെ പോരായ്മകളും കാര്യങ്ങളും മനസ്സിലാക്കി അവർ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംവിധാനത്തിലൂടെ ഒരു ടീച്ചറെ പോലെ അവർക്ക് ബിഹേവ് ചെയ്യാനും ഒരു ക്ലാസ് നല്ല രീതിയിൽ എടുക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ടോപ്പിക്ക് അവർ നല്ല രീതിയിൽ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവരുടെ ക്ലാസ് എടുക്കുന്ന ശൈലിയോടും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ മക്കൾ ഓരോ ടോപ്പിക്കും ചെറിയ ചെറിയ ടോപ്പിക്കാക്കി അവരത് പ്രിപ്പയർ ചെയ്ത് ഓരോ ടീച്ചറും ക്ലാസ് എടുക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ രക്ഷിതാക്കളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് ഒരുപാട് പോരായ്മകളുണ്ടാവും. വലിയ ടീച്ചേഴ്സല്ല, ചെറിയ മക്കളാണ്. അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും, അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവരുടെ ആക്ഷൻസും അതുപോലെ തന്നെ എഴുത്തുകളിലും സംസാരത്തിലും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും നമ്മൾക്ക് കണ്ടേക്കാം. എല്ലാറ്റിലുപരി അവരതിന് മുന്നോട്ട് വന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഹാർവസ്റ്റ് കാണുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണത്. കാരണം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് രണ്ട് മാസത്തിനടുത്ത് ആയിട്ടുള്ളൂ. ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇങ്ങനത്തെ ഒരു വലിയ ടാസ്ക് വർഷങ്ങളോളം പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഒരു ഓൺലൈൻ സംവിധാനം വന്നപ്പോൾ ഓൺലൈനിൽ കയറി ക്ലാസ് എടുക്കാൻ പ്രയാസം ഉണ്ടാകുന്ന ഈ കാലത്ത് അവർ മുന്നോട്ട് വരികയും എല്ലാവരും നമ്മളെ ഫൗണ്ടേഷനിലുള്ള എല്ലാവരും ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും ഇനി അടുത്ത ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്ത് വരാം സാർ എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അതും സയൻസിൽ +1ലേക്കും +2ലേക്കും വേണ്ട കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ തന്നെ നമ്മളെ കുട്ടികൾ ഇത്രയും മുൻനിരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവരുടെ പോരായ്മകളിലേക്ക് നോക്കാതെ അവരുടെ കഴിവുകളിലേക്ക് നോക്കി നമ്മളവരെ പ്രോത്സാഹിപ്പിക്കാം. ഇനിയും അവരുടെ കഴിവുകൾ മുന്നോട്ട് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സുകൾ ഉപകരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാം, എല്ലാവരും അഭിനന്ദിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ. എൻ്റെ പേര് സെബി അൻസാരി. ഞാനിവിടെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 8th സ്റ്റാൻഡേർഡിലെ NCERTയിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റാഷണൽ നമ്പേഴ്സിലെ ബേസിക് കൺസെപ്റ്റുകളാണ്. First one, natural number or counting numbers 1, 2, 3, 4, 5. But 0 is not a natural number. 0 ഒരു നാച്ചുറൽ നമ്പർ അല്ല, അത് ഹോൾ നമ്പറാണ്. അത് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നാച്ചുറൽ നമ്പറിൻ്റെ പ്രോപ്പർട്ടീസുകൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന്. ഒന്നാണ് കൗണ്ട് ചെയ്യണത്. 1, 2, 3, 4, 5 അങ്ങനെ. ഇനി അടുത്ത പ്രോപ്പർട്ടി, ബിറ്റ്വീൻ എനി 2 നാച്ചുറൽ നമ്പർ ദർ ഈസ് ഫൈനൈറ്റ് നമ്പേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 5. ഇപ്പോൾ 3 ഉണ്ട്, 4 ഉണ്ട്. ഇപ്പോൾ 2 നാച്ചുറൽ നമ്പർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത കണക്കില്ല അവിടെ. അതിനാണ് നമ്മൾ ഫൈനൈറ്റ് കണക്കുണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദർ ഈസ് നോ നാച്ചുറൽ നമ്പർ ബിഫോർ 1. ഒന്നിന് മുമ്പിൽ നാച്ചുറൽ നമ്പർ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താ, ഒന്നിൽ നിന്നാണ് നാച്ചുറൽ നമ്പർ തുടങ്ങണത് തന്നെ. 0 നാച്ചുറൽ നമ്പർ അല്ല. നെക്സ്റ്റ് വൺ, ദർ ഈസ് ഇൻഫിനിറ്റ് നാച്ചുറൽ നമ്പേഴ്സ്.
ഇപ്പം നമുക്ക് നാച്ചുറൽ നമ്പറിനെ തിട്ടപ്പെടുത്താൻ കഴിയില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ 1, 2, 10, 100, 1000, 10,000 അങ്ങനെ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഫസ്റ്റ് നമുക്ക് ലോസ് ഓഫ് നാച്ചുറൽ നമ്പർ. ക്ലോഷർ ലോ. ഇൻ ദ കേസ് ഓഫ് അഡീഷൻ, a plus b is a natural number. അപ്പോൾ 3 plus 5 is equal to 8. In the case of subtraction, any two natural number subtract. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ വലുതെന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക, എന്നാലേ നമുക്ക് നാച്ചുറൽ നമ്പർ തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ ചെറുതെന്ന് വലുത് സബ്സ്ട്രാക്ട് ചെയ്താൽ -2, -5 അങ്ങനത്തെ നമ്പേഴ്സ് കിട്ടിയാൽ അതൊരു നാച്ചുറൽ നമ്പർ ആവില്ല. In the case of multiplication, a into b is a natural number. അപ്പോൾ 3 into 5 is equal to 50. അതൊരു നാച്ചുറൽ നമ്പർ അല്ലേ 50. In the case of division, in the case of division, a divided b, sometimes we didn't get natural number. അപ്പോൾ ചില ടൈമിലൊക്കെ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ. ഇപ്പോൾ 4/2 is equal to അതൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടണമെന്നില്ല. എക്സാമ്പിൾ 3/2 അത് ഡിവൈഡ് ചെയ്താൽ അതൊരു നാച്ചുറൽ നമ്പർ ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ പറഞ്ഞാൽ ഇപ്പോൾ a plus b is equal to b plus a, ഇത് രണ്ടും എങ്ങനെ നോക്കിയാലും നമുക്ക് ഈക്വൽ ആകണം. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പറിലെ കമ്മ്യൂട്ടേറ്റീവ് ലോ നോക്കാം. ഇൻ ദ കേസ് ഓഫ് അഡീഷൻ, a plus b is equal to b plus a. അപ്പോൾ നമുക്ക് 3 plus 5 is equal to 5 plus 3, രണ്ടും 8 അല്ലേ, 8. നെക്സ്റ്റ്, ഇൻ ദി കേസ് ഓഫ് സബ്സ്ട്രാക്ഷൻ, a minus b is not equal to b minus a. 5 minus 3 is equal to 2. 3 minus 5 is equal to -2. അപ്പോൾ അത് ഈക്വൽ അല്ല. അപ്പം ഇൻ ദ കേസ് ഓഫ് സബ്സ്ട്രാക്ഷൻ ഈസ് നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, a into b is equal to b into a. 3 into 2 is equal to 6. 2 into 3 is equal to 6. അപ്പോൾ ഇത് രണ്ടും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നാച്ചുറൽ നമ്പർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ, a ഡിവൈഡഡ് ബൈ b ഈസ് നോട്ട് ഈക്വൽ ടു b ഡിവൈഡഡ് ബൈ a. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 4 ഡിവൈഡഡ് ബൈ 2, അത് നമുക്ക് ആൻസർ 2 ആണ്. ഇപ്പോൾ 2 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 1/2 അല്ലേ, അപ്പോൾ അത് ഈക്വൽ അല്ലല്ലോ, കമ്മ്യൂട്ടേറ്റീവ് അല്ല. നെക്സ്റ്റ് വൺ അസോസിയേറ്റീവ് ലോ. ഇൻ ദ കേസ് ഓഫ് അഡീഷൻ, a plus b plus c ഈസ് ഈക്വൽ ടു a plus b plus c. അസോസിയേറ്റീവ് ലോയിൽ നാച്ചുറൽ നമ്പർ ഇൻ ദ കേസ് ഓഫ് അഡീഷൻ ഈക്വൽ ആണ്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് സബ്സ്ട്രാക്ഷൻ, a minus b minus c ഈസ് നോട്ട് ഈക്വൽ ടു a minus b minus c. ഇൻ ദ കേസ് ഓഫ് സബ്സ്ട്രാക്ഷന് നാച്ചുറൽ നമ്പറിൽ അസോസിയേറ്റീവിൽ ഈക്വൽ അല്ല. ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, a into b into c ഈസ് ഈക്വൽ ടു a into b into c. മൾട്ടിപ്ലിക്കേഷൻ കേസിൽ അസോസിയേറ്റീവ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ, a divided by b divided by c is not equal to a divided by b divided by c. ഡിവിഷൻ്റെ കേസിൽ നാച്ചുറൽ നമ്പർ അസോസിയേറ്റീവ് അല്ല. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. a into b plus c is equal to a into b plus a into c. അപ്പം ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1 into 2 plus 3 equal to 1 into plus 1 into 3. 1 into 2 plus 3 is equal to 5, equal to 1 into 2 is equal to 2 plus 1 into 3 is equal to 3. 1 into 5 is equal to 5 and 2 plus 3 is equal to 5. അപ്പം ഇവിടെയും 5 കിട്ടി, നമുക്ക് ഇവിടെയും 5 കിട്ടി, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. നെക്സ്റ്റ്, a into b minus c equal to a into b minus a into c. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2 bracket
6 minus 4 close equal to 2 into 6 minus equal to 2 into 6 minus 2 into 4. 2 into 6 minus 4 is equal to 2 equal to 2 into 6 is equal to 12 minus 2 into 4 8. 2 into 2 4 equal to 12 minus 8 equal to 4. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണ്. നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഫോർ എവറി നാച്ചുറൽ നമ്പർ എ ഇൻറ്റു 1 ഈക്വൽ ടു എ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ഇൻറ്റു 1 ഈക്വൽ ടു 10. നമ്മളിപ്പം ഏതൊരു നമ്പറും 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആ നമ്പർ തന്നെ കാര്യം കിട്ടുക. അപ്പോൾ എ ഇൻറ്റു 1 ഈക്വൽ ടു എ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നാച്ചുറൽ നമ്പർ എന്നാണെന്ന് പറഞ്ഞു. പിന്നെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണ്. പിന്നെ ബിഫോർ 1 നാച്ചുറൽ നമ്പർ ഇല്ല. പിന്നെ നമ്മൾ ലോസ് ഓഫ് നാച്ചുറൽ നമ്പർ പറഞ്ഞു. ക്ലോഷർ ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഈ വർഷം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, ഹാർവസ്റ്റ് ഫൗണ്ടേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ടാലൻറ്റ് ഹണ്ട് എന്ന പേരിൽ ഒരു എക്സാം ഹാർവസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലുമായിരിക്കും എക്സാം ഉണ്ടാവുക. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് ക്യാമ്പസിൽ വന്ന് ഈ എക്സാം എഴുതുക. 8, 9, 10 ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും മറ്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നാഷണലൈസ്ഡ് എക്സാമുകളുടെയും കോച്ചിങ് നൽകുക എന്നുള്ളതാണ് ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ്റെ ഉദ്ദേശം. ഇപ്പോഴുള്ള ഏറ്റവും മികച്ച റാങ്കുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൂടെ വന്നിട്ടുള്ളവരായിരിക്കും. ഈ ഫൗണ്ടേഷൻ്റെ പ്രാധാന്യം ഓരോ ദിവസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം, ടാലൻറ്റ് ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു എക്സാം എഴുതുക. അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പോട് കൂടി തന്നെ കുട്ടികൾക്ക് ഫൗണ്ടേഷനിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പരമാവധി നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഈ വർഷം 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലേക്കും, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ 9ാം ക്ലാസ്സിലേക്കായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. എല്ലാവരിലേക്കും ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.